KTU 2019 scheme ട്രിപ്പിളിയുടെ 5th സെമിസ്റ്റർ സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ മൊഡ്യൂൾ 1. ഫസ്റ്റ് നമുക്കിതിൽ ഓൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷനാണ് പഠിക്കാനുള്ളത്. മെയിനായിട്ടും 2 പാർട്സാണുള്ളത്. ആർമേച്ചർ വൈൻഡിങ് സിസ്റ്റം ഉണ്ട്, മെയിൻ ഫീൽഡ് സിസ്റ്റം ഉണ്ട്. ആർമേച്ചർ വൈൻഡിങ് സിസ്റ്റം നമ്മൾ സ്റ്റേഷനറി പാർട്ടായ സ്റ്റേറ്റർ കോറിലാണ് വയ്ക്കുക. സ്റ്റേറ്റർ കോറിൽ ചെറിയ കുഴികളുണ്ടാവും, നമ്മളതിനെ സ്ലോട്ട്സ് എന്ന് വിളിക്കും. ഈ സ്ലോട്ട്സിൻ്റെ അകത്താണ് ആർമേച്ചർ വൈൻഡിങ്സ് വൈൻഡ് ചെയ്ത് വയ്ക്കുക. ഈ മെയിൻ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ ഓൾട്ടർനേറ്ററിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ്. അപ്പോൾ അത് റോട്ടറിലാണ് വയ്ക്കുക. റോട്ടർ 2 ടൈപ്പ് ഉണ്ട്, സാലിയൻ പോളും ഉണ്ട്, സിലിണ്ടറിക്കൽ പോളും ഉണ്ട്. ഈ സാലിയൻ പോൾ ടൈപ്പ് റോട്ടർ എന്ന് പറയുമ്പോൾ പോൾസിൻ്റെ അറ്റം കുറച്ച് പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. സിലിണ്ടറിക്കൽ പോൾ അല്ലെങ്കിൽ നോൺ സാലിയൻ പോൾ എന്ന് പറയുമ്പോൾ പോൾസിൻ്റെ അറ്റം ഒരു യൂണിഫോം ആയിരിക്കും. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് ആണ്. കുറേ ടൈപ്പ് വൈൻഡിങ്സ് ഉണ്ട്. ലൈക്ക് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പോളിൻ്റെ കീഴിൽ ഒരു സ്ലോട്ട്, ആ സ്ലോട്ടിൻ്റെ അകത്ത് എല്ലാ വൈൻഡിങ്സും കൂടെ, ഒരു പോളിൻ്റെ കീഴിലുള്ള എല്ലാ വൈൻഡിങ്സും കൂടെ വെക്കുന്നതാണ് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. ഒരു പോളിൻ്റെ കീഴിൽ പല സ്ലോട്ട്സിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചാൽ നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട്. ഇതൊരു 3-4 എണ്ണം നിങ്ങൾ നോക്കി വയ്ക്കുക. ഒരു 3 മാർക്ക് 4 മാർക്കിനൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പാർട്ട് ബിയിൽ ഒരു 10 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ടോപ്പിക്കാണ് ആർമേച്ചർ റിയാക്ഷൻ. നമ്മൾ ഓൾട്ടർനേറ്ററിനെ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആർമേച്ചർ വൈൻഡിങ്ങിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഈ ആർമേച്ചർ കറണ്ട് കാരണം ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാവും. ഈ ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫ്ലക്സ് ആയിട്ട് റിയാക്ട് ചെയ്യും. അതിനാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷൻ്റെ ഇഫക്റ്റ് നമ്മൾ ഓൾട്ടർനേറ്ററിനെ ലോഡ് ചെയ്യുന്ന ലോഡിൻ്റെ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഫസ്റ്റ് ടൈപ്പ് ലോഡ് നമുക്ക് പറയാനുള്ളത് യൂണിറ്റി പവർ ഫാക്ടർ ലോഡാണ്. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ ലോഡാണെങ്കിൽ ആർമേച്ചർ ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ഫ്ലക്സിനെ ക്രോസ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അത് മെയിൻ ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യും. മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഡിസ്റ്റോർട്ട് ആകുമ്പോൾ നമ്മൾ ആ ഇഫക്റ്റിനെ ക്രോസ് മാഗ്നറ്റൈസിങ് ഇഫക്റ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് ടൈപ്പ് ലോഡ് ലാഗിങ് ലോഡാണ്. ലാഗിങ് ലോഡാണെങ്കിൽ ആർമേച്ചറിൻ്റെ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിന് നേരെ ഓപ്പോസിറ്റാണ് വരിക. അപ്പോൾ ഈ ആർമേച്ചർ റിയാക്ഷൻ കാരണം നമ്മളുടെ മെയിൻ ഫ്ലക്സ് ഡീമാഗ്നറ്റൈസ് ആണ് ആവുക. അപ്പോൾ മെയിൻ ഫ്ലക്സ് വീക്കാവും. സോ ജനറേറ്റ് ആവുന്ന EMF റെഡ്യൂസ് ആവും. നെക്സ്റ്റ് ടൈപ്പ് ലോഡ് ലീഡിങ് ലോഡാണ്. ലീഡിങ് ലോഡ് വരുമ്പോൾ ആർമേച്ചറിൻ്റെ ഫ്ലക്സ് മെയിൻ ഫ്ലക്സിൻ്റെ അതേ ഡയറക്ഷനിലാണ് വരിക. സോ അത് എയ്ഡിങ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ആണ്. സോ മെയിൻ ഫ്ലക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചും കൂടെ കൂടുകയാണ് ചെയ്യുക. സോ ജനറേറ്റ് ആവുന്ന EMF കൂടും. മെയിനായിട്ടും ഈ 3 ടൈപ്പ് ലോഡാണ് വരിക. ഇതിൻ്റെ ഇഫക്റ്റുകളാണ് 10 മാർക്കിനായിട്ട് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് പവർ ഫ്ലോ ഡയഗ്രാമാണ്. ഇത് നമ്മുടെ ഓൾട്ടർനേറ്ററിലുള്ള ഡിഫറെൻറ്റ് പവർ സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഒരു പ്രൈം മൂവർ വെച്ചിട്ട് ഓൾട്ടർനേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ആദ്യം മെക്കാനിക്കൽ പവർ ഇൻപുട്ടാണ് കൊടുക്കുക. മെഷീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫ്രിക്ഷൻ വിൻഡേജ് ലോസസ് വരും, ഓൾസോ അയൺ ലോസസും. അത് കഴിഞ്ഞാൽ ആർമേച്ചറിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ആവും. അപ്പോൾ അവിടെ ഒരു ആർമേച്ചർ പവർ ഡെവലപ്പ് ആവും. ആർമേച്ചർ പവർ ഡെവലപ്പായി കഴിയുമ്പോൾ, അതായത് വൈൻഡിങ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ആ വൈൻഡിങ്സ് ചൂടാവും. സോ അതിനാണ് നമ്മൾ ആ ഹീറ്റ് ലോസിനാണ് കോപ്പർ ലോസ് എന്ന് പറയുന്നത്. സോ അടുത്ത സ്റ്റേജിൽ ആർമേച്ചർ കോപ്പർ ലോസ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് ലോഡിൻ്റെ ക്രോസ് ഫൈനൽ ഔട്ട്പുട്ട് പവർ കിട്ടും. ഇനി നമ്മൾ ഈ മൊഡ്യൂളിൽ ഹാർമോണിക്സ് പഠിച്ചിരുന്നു. അപ്പോൾ ഹാർമോണിക്സ് പഠിച്ചപ്പോൾ നമ്മളതിൽ ഓഡ് ഹാർമോണിക്സേ കണ്ടുള്ളൂ, ഈവൻ ഹാർമോണിക്സ് എല്ലാം കൺസിഡർ ചെയ്തില്ലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈവൻ ഹാർമോണിക്സ് ഇല്ലാത്തത് എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. സോ ഇതിലാദ്യം കാണിച്ചിരിക്കുന്നതാണ്, ആ വലിയ വേവായിട്ട് കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ഫ്ലക്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫ്ലക്സ്. അപ്പോൾ താഴെ നമുക്കൊരു കോയിൽ കാണാം. ആ കോയിലിൻ്റെ 2 സൈഡ്സ് AB കാണാം. അപ്പോൾ ഫസ്റ്റ് കോയിൽ സൈഡിനെ കട്ട് ചെയ്യണത് ഫണ്ടമെൻ്റൽ ഫ്ലക്സിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും, B സൈഡിലുള്ള കോയിൽ സൈഡിനെ കട്ട് ചെയ്യുന്നത് ഫണ്ടമെൻ്റലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ നമുക്ക് A സൈഡിൽ അപ്വേർഡും B സൈഡിൽ ഡൗൺവേർഡും കറണ്ട് ഫ്ലോ കിട്ടും. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന ആ ചെറിയ വേവ് ഫോമാണ് സെക്കൻഡ് ഹാർമോണിക് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഈവൻ കമ്പോണൻറ്റ്. ഈ സെക്കൻഡ് ഹാർമോണിക് കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ A കോയിൽ സൈഡിലും B കോയിൽ സൈഡ്, 2 കോയിൽ സൈഡിലും ഈ സെക്കൻഡ് ഹാർമോണിക് ഫ്ലക്സിൻ്റെ പോസിറ്റീവ് കമ്പോണൻ്റാണ് കട്ട് ചെയ്യുന്നത്. സോ അതിൽ രണ്ടിലും കറണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം വരും. സോ അത് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈവൻ ഹാർമോണിക്സ് എക്സിസ്റ്റ് ചെയ്യാത്തത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മൾ 2 ടൈപ്പ് ഓൾട്ടർനേറ്റർ ഉണ്ടെന്ന് പഠിച്ചു, സാലിയൻ പോളും സിലിണ്ടറിക്കൽ പോളും. അതിൽ സിലിണ്ടറിക്കൽ പോൾ ടൈപ്പിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്കതിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ സിസ്റ്റം കാണാം സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ സർക്യൂട്ട് കാണാം.
ഇപ്പോൾ ജനറേറ്റഡ് ഇ എം എഫ് ഇ നോട്ടും ലോഡ് വോൾട്ടേജ് വി, പിന്നെ ആർമേച്ചർ റെസിസ്റ്റൻസ് ആർ എ, ലീക്കേജ് റിയാക്റ്റൻസസ് എക്സ് എൽ, ആർമേച്ചർ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന റിയാക്റ്റൻസ് എക്സ് എ. എന്നിട്ട് അതിൽ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിൽ നമുക്ക് ഇ നോട്ട് ഈസ് ഈക്വൽ ടു ലോഡ് വോൾട്ടേജ് പ്ലസ് ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പും റിയാക്റ്റൻസസിൻ്റെ ഡ്രോപ്പും കൂടെ ആഡ് ചെയ്ത് എഴുതാം. ഈ രണ്ട് റിയാക്റ്റൻസസ് ആഡ് ചെയ്താൽ നമുക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ടോട്ടൽ റിയാക്റ്റൻസ് കിട്ടും ആർമേച്ചർ ഓൾട്ടർനേറ്ററിൻ്റെ. അതിന് നമുക്ക് സിങ്ക്രണസ് റിയാക്റ്റൻസ് എക്സസ് എന്ന് വിളിക്കാം. അതുപോലെ ആർമേച്ചർ റെസിസ്റ്റൻസും സിങ്ക്രണസ് റിയാക്റ്റൻസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മെഷീൻ്റെ ടോട്ടൽ ഇമ്പിഡൻസിന് സിങ്ക്രണസ് ഇമ്പിഡൻസ് ഇസഡസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ടേംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഈ ടേംസ് എല്ലാം നമ്മളവിടെ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഫേസർ ഡയഗ്രാം. നമ്മൾ പറയുന്നത് സിലിണ്ട്രിക്കൽ പോൾ ടൈപ്പ് ഓൾട്ടർനേറ്ററിൻ്റെ ഫേസർ ഡയഗ്രാമാണ്. അപ്പോൾ ഈ ഫേസർ ഡയഗ്രാം നമുക്ക് ടൈപ്പ് ഓഫ് ലോഡ് വെച്ചിട്ടാണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് വൺ യൂണിറ്റി പവർ ഫാക്ടർ ലോഡാണ്. ഫേസർ ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത് തൊട്ട് മുന്നേ നമ്മൾ എഴുതിയ വോൾട്ടേജ് ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ. ഇ നോട്ട് ഈസ് ഈക്വൽ ടു വി പ്ലസ് ഐ എ ആർ എ പ്ലസ് ജെ ഐ എ എക്സ് എസ്. ഇത് 3 ടൈപ്പ് ഫേസർ ഡയഗ്രാം ഈ സെയിം ഇക്വേഷൻ വെച്ച് തന്നെയാണ് വരയ്ക്കേണ്ടത്. നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇ നോട്ട് എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് വോൾട്ടേജിന് നമുക്ക് ബാക്കി 3 വോൾട്ടേജ് വെക്റ്റേഴ്സിൻ്റെ സമ്മായിട്ട് റിപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ റെഫറൻസ് ആയിട്ട് കറണ്ട് മാർക്ക് ചെയ്യുക ഐ എ. ഇനി ഈ ഐ എനെ തുടർന്നാണ് നമ്മൾ വോൾട്ടേജിൻ്റെ വെക്ടർ വി വരയ്ക്കേണ്ടത്, ലോഡ് വോൾട്ടേജ് വി. അത് ടൈപ്പ് ഓഫ് ലോഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ 1 ആണെന്നർത്ഥം. കോസ് ഫൈ 1 എന്ന് പറഞ്ഞാൽ ഫൈ 0 ആണെന്നർത്ഥം. ഫൈ എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ആണ്. അപ്പോൾ ഫൈ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐ എ വരച്ചതിൻ്റെ അതേ ഫേസിൽ തന്നെ നമുക്ക് വി വരയ്ക്കാം. ഇനി വിയുടെ കൂടെ നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പും റിയാക്റ്റൻസിൻ്റെ ഡ്രോപ്പും ആഡ് ചെയ്യണം. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പ് ആണെങ്കിൽ അതെപ്പോഴും കറണ്ടിൻ്റെ സെയിം ഫേസാണ് വരയ്ക്കേണ്ടത്. റിയാക്റ്റൻസ് ഡ്രോപ്പ് ആണെങ്കിൽ അതെപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ്, കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ വോൾട്ടേജ് ഡ്രോപ്പ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഐ എ ആർ എ ഐ എയുടെ അതേ ഫേസിലും വരയ്ക്കുക, ഐ എ എക്സ് എസ് ഐ എക്ക് പെർപെൻഡിക്കുലർ ആയിട്ടും വരയ്ക്കുക. സോ വി ഐ എ ആർ എ ഐ എ എക്സ് എസ് ഈ 3 വെക്റ്റേഴ്സും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടൻ്റ് വരയ്ക്കുന്നതാണ് ഇ നോട്ട്. ഇനി നെക്സ്റ്റ് വെക്റ്റർ ഡയഗ്രാം ലാഗിങ് പവർ ഫാക്ടറിൻ്റെയാണ്. അപ്പോൾ ലാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ടിൻ്റെ ടേംസിൽ ആലോചിക്കുക, കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യാന്നാണ് അർത്ഥം. നമ്മൾ റെഫറൻസ് ആയിട്ട് കറണ്ട് ഐ എ വരച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് കറണ്ടിനെ ലീഡ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഒരു ആംഗിൾ ഫൈയിൽ വി വരച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ ഡ്രോപ്പ് കറണ്ടിന് പാരലൽ, സെയിം ഫേസ് വരുമ്പോൾ കറണ്ടിന് പാരലൽ വരയ്ക്കുക. റിയാക്റ്റൻസ് ഡ്രോപ്പിൻ്റെ വെക്ടർ കറണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടും വരയ്ക്കുക. എന്നിട്ട് ഈ 3 വെക്റ്റേഴ്സും കൂടെ ജോയിൻ ചെയ്താൽ റിസൾട്ടൻ്റ് ഇ നോട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ ലീഡിങ് പവർ ഫാക്ടർ. ലീഡിങ് പവർ ഫാക്ടർ വരുമ്പോൾ കറണ്ടാണ് ലീഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ റെഫറൻസ് കറണ്ട് വരച്ചതിന് ശേഷം കറണ്ടിൻ്റെ താഴെയാണ് വോൾട്ടേജ് വരയ്ക്കേണ്ടത്. പിന്നെ വീണ്ടും വോൾട്ടേജിൻ്റെ വെക്ടറിനെ തുടർന്ന് കറണ്ടിന് പാരലായിട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് ഡ്രോപ്പ് വരയ്ക്കുക, പെർപെൻഡിക്കുലറായിട്ട് റിയാക്റ്റൻസ് ഡ്രോപ്പ് വരയ്ക്കുക. ജോയിൻ ചെയ്യുമ്പോൾ ഇ നോട്ട് കിട്ടും. ഈ വെക്റ്റേഴ്സ്, ഈ 3 വെക്റ്റർ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇ നോട്ടിൻ്റെ എക്സ്പ്രഷൻ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഈ ഇ നോട്ടിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഇതിൻ്റെ ഈ റെഗുലേഷൻ, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻസും നമ്മളിതിൽ പഠിക്കുന്ന തിയറിയും ഇക്വേഷൻസ് എല്ലാം നെക്സ്റ്റ് മോഡ്യൂളിൽ നമുക്ക് യൂസ് വരുന്നതാണ്. സോ ഇത് പക്കയായിട്ട് പഠിച്ചാലാണ് നമുക്ക് അടുത്ത മോഡ്യൂളിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി വരുന്നത്.